സബിന്റെ മ്യൂസിക് പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഫെസ്റ്റിൽ ഇന്നത്തെ മുഖ്യാതിഥി എത്തിയിരിക്കുന്ന കോഡറ എസ്എച്ച്ഒ ശ്രീ മനോജ് സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വളരെയധികം തിരക്കുകളുടെ ഇടയിലും ഇവിടെ വന്ന് നമ്മുടെ ഈ മ്യൂസിക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് മനസ്സ് കാണിച്ച സാറിന് ഈ സിംഗേഴ്സ് ആൻഡ് മ്യൂസിക് ഹബിന്റെ പേരിലും ഇതിന്റെ സിഇഒ എന്ന പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ രക്ഷാധികാരിയും നല്ലൊരു പാട്ടുകാരനും പാട്ടിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് ശ്രീ മനോജ് സാർ. സാർ ഇവിടെ വന്ന ഞങ്ങളോടൊപ്പം ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന് എല്ലാവരുടെയും പേരിൽ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. സാർ രണ്ടു വാക്ക് പറയാം. സിംഗേഴ്സ് ആൻഡ് മ്യൂസീഷ്യൻസ് ഹബിന്റെ ആരംഭകാല പ്രവർത്തനം മുതൽ അതിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ മനസ്സിന് ശാന്തത അല്ലെങ്കിൽ കുളിർമ നൽകുന്ന അവസരങ്ങളാണ് പാട്ട് കേൾക്കുക, പാട്ട് പാടുക എന്നീ കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ SMHുമായിട്ട് ചേർന്ന് ഒരുപാട് അവസരങ്ങളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്, പാടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് കലാകാരന്മാരെ അല്ലെങ്കിൽ നമ്മൾ അറിയപ്പെടാതെ പോകുന്ന കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ SMH വഹിക്കുന്ന പങ്ക് ഒരുപാട് വലുതാണ്. അപ്പം തുടർന്നും ഇനിയുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു പോകാനുള്ള എല്ലാവിധ കരുത്തും ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം ആഡ് ചെയ്തത്, നമ്മുടെ കമ്മിറ്റിയുടെ അംഗമായിട്ടുള്ള ശ്രീജ തുളസീധരൻ ശുക്ര എന്ന സിനിമയിൽ ആദ്യമായി ഗാനം ആലപിക്കുകയുണ്ടായി. അതും ഇതിഹാസ ഗായകനായിട്ടുള്ള ശങ്കർ മഹാദേവന്റെ കൂടിയാണ്. അതൊരു സന്തോഷവാർത്ത കൂടി ഈ മുഹൂർത്തത്തിൽ അറിയിക്കുകയാണ്. സാറിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, സാർ നമ്മുടെ മീഡിയ സ്റ്റുഡിയോ ഫ്ലോറിലും പാടിയിട്ടുണ്ട്, ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ സ്റ്റുഡിയോയിലും പാടിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു രണ്ടും തമ്മിൽ വ്യത്യാസം? രണ്ടും തമ്മിൽ പ്രൊഫഷണൽ സ്റ്റുഡിയോയിൽ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ശരിക്കും ആദ്യമായിട്ട് അങ്ങനെ പാടുന്ന ഒരു അവസരത്തിലാണ് ആ ഒരു വ്യത്യാസം, പ്രകടമായ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത്. നമുക്ക് നമ്മുടെ എന്താണ് നമ്മൾ ഒരു നോർമൽ ഫ്ലോറിൽ പാടുന്നതും സ്റ്റുഡിയോയിൽ പാടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് ശരിക്കും ഇന്ന് തിരിച്ചറിയാൻ കഴിയും. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ എന്ത് പറയാനുണ്ട് പ്രീജ രതീഷ്? വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയും ഒരു ഞാനിപ്പോ അത് ഫോട്ടോ എടുത്തപ്പോ തന്നെ വലിയൊരു ഗായിക ഒക്കെ നിന്ന് പാടുന്ന പോലെ ഞാനൊക്കെ അത്രയും ഒന്നും ഇല്ലാണ്ട് പഠിക്കുക പോലും ചെയ്യാണ്ട് സാറിന്റെ മാത്രം ഒരു ശിക്ഷണത്തിൽ വന്ന് സാറിനെ മാത്രമാണ് ക്രെഡിറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. കാരണം നമ്മളെ മാക്സിമം മോട്ടിവേറ്റും സാറിന്റെ മോട്ടിവേഷൻ തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടും വേറെ ഒന്നുമല്ല. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് സാറിനതിന് ശരീരത്തിനും മനസ്സിനും ആരോഗ്യത്തോടെ സൗഖ്യം നൽകണേ എന്ന് ജഗദീശനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ ഒരു 3 തവണ പാടിയിട്ടുണ്ട് ഒരു ഫ്ലോറിൽ വെച്ച്. പക്ഷെ സ്റ്റുഡിയോയിൽ ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കണേയാണ്. എല്ലാം ജഗദീശന്റെ അനുഗ്രഹവും സാറിന്റെ പ്രാർത്ഥനയാണ് കൂടുതലും പറയാനുള്ളത്. വളരെയധികം സന്തോഷമുണ്ട് ഇവിടെ ഈ രീതിയിൽ എത്തിപ്പെടാൻ പറ്റിയതിന്. സാറാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എന്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ലാന്ന് തന്നെ വേണം പറയാൻ. സാറിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഫ്ലോറിൽ 2 പ്രാവശ്യം മുന്ന് പാടിയിരുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് ഇങ്ങനെ വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും സാറിന്റെ മോട്ടിവേഷൻ തന്നെയാണ്. അതെടുത്ത് പറയത്തക്ക ഒരു കാര്യമാണ്. സാറിനെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി സാറിന് ഇത്ര നേരം ഞങ്ങൾ ചെലവഴിച്ചതിൽ താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.